ടെലിഫോൺ ലൈനിൽ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ ചേരുന്നുണ്ട്. അദ്ദേഹം CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധിയാണ്. അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, കോടതിയുടെ ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. താങ്കൾ അത് അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതായത് ഇന്നലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് പ്രകാരം അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അതായത് അർഹതയുടെ അംഗീകാരം CBSE വിദ്യാർത്ഥികൾ കിട്ടി, നീതി നടന്നിരിക്കുന്നു. കാരണം ഇതുപോലുള്ള അവസരത്തിൽ സമയോചിതമായി പെരുമാറാതെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരു മാനദണ്ഡം കൊണ്ടുവന്നാൽ അത് വലിയ അനീതിയാണ്. അങ്ങനെ കൊണ്ടുവരാതെ വന്നതിനെയാണ് CBSE വിദ്യാർത്ഥികൾ എതിർത്തത്. കോടതി അത് അംഗീകരിച്ചു, നീതി നടന്നു. അല്ലെങ്കിൽ ഇത് പുതിയ സമ്പ്രദായം വന്നിരുന്നെങ്കിൽ നല്ല ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന പല വിദ്യാർത്ഥികളും താഴെ പോകുമായിരുന്നു. അവർ നിരാശയുടെ ജീവിതത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ നേരത്തെ പ്രസിദ്ധീകരിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടന്നാൽ അർഹതയുടെ അംഗീകാരം അർഹത ഉള്ളവർക്ക് കിട്ടട്ടെ. അതിനകത്ത് സ്റ്റേറ്റ് സിലബസ് എന്നോ ICSE എന്നോ CBSE എന്നോ പറയേണ്ട കാര്യമില്ല. എല്ലാം നമ്മുടെ മക്കളാണ്, മലയാളികളായ വിദ്യാർത്ഥികളാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് എപ്പോഴും CBSE അസോസിയേഷൻ കാണുന്നത്. കഴിഞ്ഞ ഇതുപോലുള്ള ടെസ്റ്റ് നടത്തുന്നതിലെല്ലാം കേരളത്തിലെ പരിസര പരീക്ഷകൾ പങ്കെടുക്കുന്നത് കേവലം 10%-ഓ 15% താഴെ ഉള്ള CBSE വിദ്യാർത്ഥികളാണ്. അതിന്റെ റിസൾട്ട് വരുമ്പോൾ നാം കണ്ടിട്ടുണ്ടല്ലോ, 60-70% സീറ്റുകളും കരസ്ഥമാക്കുന്ന അവരാണ്. അത് അവരുടെ അർഹതയുടെ അംഗീകാരമാണ്. അത് ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇത്ര വർഷമായിട്ട് നടന്നു വരുന്ന ഒരു വ്യവസ്ഥയാണ്. അന്ന് ഇക്കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു പുതിയ ഒരു ദുരുദ്ദേശമെന്ന് ഞാൻ പറയുന്നില്ല. പുതിയതായി പുറപ്പെടുവിച്ച ഈ മാനദണ്ഡങ്ങൾ ഒരു വിഭാഗക്കാർക്ക് സഹായകരമാകത്തക്ക രീതിയിലാണ് എന്ന് ബോധ്യപ്പെട്ടു. അതനുസരിച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞിട്ടുള്ളതും ഈ അർഹതയുടെ അംഗീകാരം നല്ലപോലെ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് റിട്ട് പെറ്റീഷൻ ആദ്യം സിംഗിൾ ബെഞ്ചും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിലിപ്പോൾ സർക്കാർ പറയുന്നത് മറ്റൊരു വാദമാണല്ലോ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ. ഇതുവരെയുള്ള രീതി അനുസരിച്ചാണെങ്കിൽ അത് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ദോഷകരമായിരുന്നു. CBSE വിദ്യാർത്ഥികൾക്കായിരുന്നു അത് ഗുണകരം. 28 മാർക്ക് വരെയൊക്കെ കുറഞ്ഞു പോകുന്ന തരത്തിലേക്ക് നല്ല മാർക്ക് നേടിയ കേരള സിലബസ് വിദ്യാർത്ഥിക്ക് പോലും ആ തരത്തിലേക്ക് ദോഷകരമായിരുന്നു. അത് മാറ്റിക്കൊണ്ട് ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് താങ്കൾ പറഞ്ഞതുപോലെ കുട്ടികളാണ്, ഏത് സിലബസിൽ പഠിച്ചു എന്നതിനേക്കാൾ അപ്പുറം മിടുക്കരായി പഠിച്ച വിദ്യാർത്ഥികൾ ഏത് സിലബസ് ആണെങ്കിലും ഒരുപോലെ ആകണം എന്നുള്ളതാണല്ലോ ഏകീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മാറ്റം എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ഏകീകൃതമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അപാകത ഉണ്ട് എന്ന് കണ്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയോചിതമായി മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവരും ആലോചിച്ച് മാറ്റം വരുത്തേണ്ടതാണ്. ഇതെല്ലാം വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് ഇത് മാറ്റിയാൽ പെട്ടെന്ന് ഇതിൽ നിന്ന് പരാജയം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോട്ടം സംഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇത്ര വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇത് സമയോചിതമായി മാറ്റം വന്ന് ചെയ്താൽ ഞങ്ങൾക്ക് ആർക്കും അത് എതിർപ്പില്ല. കാരണം അർഹതയുടെ അംഗീകാരം കിട്ടണമെന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം പൂർത്തിയായി പരീക്ഷ എഴുതി റാങ്കിന്റെ വക്കത്തെത്തിയതിനു ശേഷം പുതിയ മാനദണ്ഡത്തിന്റെ പേരിൽ ഈ റാങ്ക് കൂട്ടിയെന്ന ആൾക്കാരെ മുന്നോട്ട് വലിച്ച് അവർക്ക് നിരാശ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അനീതിയാണ്. അത് കോടതി മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിൽ സർക്കാരിന് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നു അവസാന നിമിഷത്തിലേക്ക് മാറ്റിവെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലെന്ന് സംശയിക്കുന്നുണ്ടോ? ദുരുദ്ദേശമെന്ന വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് വേണ്ട വിധം നമ്മുടെ ഈ CBSE പഠിക്കുന്നവരായാലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരായാലും എല്ലാം നമ്മുടെ കേരളീയരുടെ മക്കളാണ്. അവർക്ക് നീതി കൊടുക്കണം എന്ന് മാത്രമാണ്. ഇനി അതിനു മുമ്പ് ഈ കേരള വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രതികൂലമായ സാഹചര്യം അതിനകത്തുണ്ടെങ്കിൽ സമയോചിതമായി അന്ന് തന്നെ അതിൽ മാറ്റം വരുത്താനുള്ള അധികാരം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ. ഈ അവസാന നിമിഷത്തിൽ പരീക്ഷയ്ക്ക് എഴുതി റാങ്ക് ആയതിനു ശേഷം ഒരു പുതിയ മാനദണ്ഡം കൊണ്ടുവന്നിട്ട് പഠിച്ച് മാർക്ക് മേടിച്ച വിദ്യാർത്ഥികളെ താഴേക്ക് ഇറക്കുക എന്ന് പറയുന്നത് അനീതിയല്ലേ? ശരി, ഇപ്പോൾ നീതി ലഭിച്ചു എന്നുള്ളതാണ് താങ്കളുടെ പ്രതികരണം. വളരെ നന്ദി അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ പ്രതികരിച്ചതിന്.